പുതിയൊരു ആൻഡ്രോയിഡിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദവമായി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ കൂട്ടുകാരുമായിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒക്കെ ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂട്ടുകാരുമായിട്ട് മറ്റ് ഇതര ലാംഗ്വേജുകളിൽ ചാറ്റ് ചെയ്യണം. എന്നാൽ നമുക്ക് ആ ലാംഗ്വേജ് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് നിർഭയം ചാറ്റ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് നിങ്ങൾ കൊടുക്കുന്ന വേർഡ് നിങ്ങൾ പറയുന്ന ആ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അയക്കുവാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളെ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ തരുന്ന ലിങ്കിൽ നിന്നും ആദ്യമായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയ ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെയായിട്ട് ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്നുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. പല ഫോണിലും പല രീതിയിലായിരിക്കാം. ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒരു കീബോർഡ് എന്നുള്ളൊരു സെറ്റിംഗ്സ് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഇൻപുട്ട് മെത്തേഡ് എന്നുള്ളൊരു സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ കീബോർഡ് സെലക്ട് ചെയ്യുക. കീബോർഡിൽ നിന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ശേഷം ലാംഗ്വേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ സിസ്റ്റം ലാംഗ്വേജ് തന്നെ നമുക്ക് കൊടുക്കാം. നമ്മളത് സെലക്ട് ചെയ്ത ശേഷം അത് ബാക്ക് വരിക. ശേഷം നമുക്ക് എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഉദാഹരണത്തിന് വാട്സപ്പിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് കീബോർഡ് നിലവിലുള്ളത് അല്ല എങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കീബോർഡ് എല്ലാം നിലവിൽ കാണിക്കുന്നതെങ്കിൽ താഴെയായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കീബോർഡിൽ ഒരു ഗ്ലോബ് ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത ശേഷം അതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കീബോർഡ് ഇവിടെ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതുപോലൊരു കീബോർഡ് ഇവിടെ വന്നു. നമുക്ക് ഇവിടെ നിന്നും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ കീബോർഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഒപ്പം മറ്റു പല സൗകര്യങ്ങളും ഈ കീബോർഡിൽ ലഭ്യമാണ്. എന്നാൽ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരുന്നത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു രീതിയാണ്. അതിനായിട്ട് നമുക്കിവിടെയായിട്ട് ഗൂഗിളിൻ്റെ G എന്നുള്ള ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്യുക. അതിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഒരു ട്രാൻസ്ലേറ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. ആദ്യം തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റർ എന്നുള്ള ഒരു ഭാഗം കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഗോട്ട് ഇറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഇവിടെയായിട്ട് ഡിറ്റക്ട് ലാംഗ്വേജ്, നമുക്കിപ്പോൾ ഒരു നിലവിൽ സാധാരണ ഇംഗ്ലീഷാണ് കോമൺ എങ്കിൽ നമുക്ക് മറ്റൊരു ലാംഗ്വേജിലേക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് അറബിക്കിലേക്ക് മാറ്റണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മലയാളത്തിലേക്ക് മാറ്റണമെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യുക. നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ മുകളിലായിട്ട് അറബി വന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഇംഗ്ലീഷിൽ കൊടുക്കുന്ന സമയത്ത് അറബി വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജാണ് ഡിറ്റക്ട് ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, അത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് നമുക്കത് മലയാളത്തിലേക്കാണ് മാറ്റുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടാർഗറ്റ് ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് അതിൽ നിന്നും നമുക്ക് മലയാളം സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേത് ലാംഗ്വേജും ഇതിൽ നിന്നും സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മലയാളം സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെയായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. മുകളിൽ നോക്കുക, നിങ്ങൾക്ക് അപ്പോൾ തന്നെ അവിടെ ട്രാൻസ്ലേറ്റ് ആയിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് സെൻഡ് ചെയ്യുവാനും സഹായിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഡിറ്റക്ട് ലാംഗ്വേജ് ഭാഗത്ത് മലയാളമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതെങ്കിൽ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുക. ഇതുകൂടാതെ ഒട്ടനേകം ഉപകാരങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വെതർ, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിനും മറ്റും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അത് മറ്റൊരു സൗകര്യമാണ്, നിങ്ങൾക്ക് സ്വയം ഉപയോഗിച്ച് നോക്കാവുന്ന ഒരു സൗകര്യമാണ്. ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിർത്തുന്നു. നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്.